ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിലാണെങ്കിൽ സുഭദ്രാമ്മ സംഗീതയെ വഴക്ക് പറയുകയാണ്. വിപിൻ്റെ കുഞ്ഞാണത്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നീ എന്തിനാണ് അതിനൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണ കുഞ്ഞ് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന്. സുഭദ്രാമ്മയാണെങ്കിൽ വീണ്ടും ഉപദേശിക്കുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ നിന്റെ കുഞ്ഞല്ല, അവരുടെ കുഞ്ഞാണ്. അത് മാത്രമല്ല, മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കാണിക്കുന്നത് അച്ചുവിനെയും ദിവ്യയുമാണ്. അച്ചു ആണെങ്കിൽ ദിവ്യയോട് പറയാണ്, നിനക്ക് നിന്റെ ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ ശരിക്കും മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയാണ്, എനിക്ക് വിശ്വാസമായിരുന്നു, എനിക്കിപ്പോൾ ശരിക്കും പ്രതാപേട്ടനെ മനസ്സിലായെന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാത്തിനും നമ്മുടെ കയ്യിലും ഒരു കടിഞ്ഞാൺ വേണമെന്ന് പറയാണ്. ദിവ്യ അപ്പോൾ പറയാണ്, പ്രതാപേട്ടന് ദേഷ്യം വന്നാൽ എന്നെ തല്ലുമെന്ന്. അച്ചു അപ്പോൾ പറയാണ്, അതിനൊന്നും സമ്മതിക്കരുത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണമെന്നൊക്കെ പറയുന്നു. എൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെയെങ്കിൽ ഞാൻ പ്രതാപനെയും പ്രവീണിനെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ആണെങ്കിൽ ധൈര്യമായിട്ടിരിക്കാൻ ദിവ്യയോട് പറയുന്നുണ്ട്. നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, നമുക്കെല്ലാം ശരിയാക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് രാത്രിയിലാണെങ്കിൽ അനുക്കുട്ടിയുടെ കുഞ്ഞ് ഒരുപാട് കരയുകയാണ്. അനുക്കുട്ടിയോ ലക്ഷ്മി അമ്മയോ അത് അറിയുന്നില്ല. പക്ഷെ സംഗീതയാണെങ്കിൽ അതറിഞ്ഞിട്ട് റൂമിൽ കയറി ചെല്ലുന്നു. ആണെങ്കിൽ റൂമിൽ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് പാല് കൊടുക്കുകയാണ്. അടുത്ത ദിവസം ശങ്കരമംഗലത്തേക്കാണെങ്കിൽ ഭാനുമതി അമ്മ വരുന്നു. ചിറ്റ വിളിച്ചിട്ടാണ് വരുന്നത്, പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. കുട്ടിയാണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പ്രസവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട്. അനുക്കുട്ടിക്കാണെങ്കിൽ അതിലൊരു താല്പര്യവുമില്ല. ലക്ഷ്മി അമ്മയാണെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നു. ഭാനുമതി അമ്മയാണെങ്കിൽ ലക്ഷ്മി അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്കൊന്നും അറിയുന്നില്ല. അതുമാത്രമല്ല, അനുക്കുട്ടിക്ക് പാലുണ്ടാകാനുള്ള കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടിയാണെങ്കിൽ അനുക്കുട്ടിക്ക് മാത്രമേ പ്രസവ ശുശ്രൂഷ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. പിന്നീട് ഭാനുമതി അമ്മയെക്കുറിച്ച് സംഗീതയാണെങ്കിൽ നന്ദനോടും പറയുന്നു. നന്ദൻ അപ്പോൾ ചോദിക്കുകയാണ്, തനിക്കും പ്രസവ ശുശ്രൂഷ വേണ്ടേ, തൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് തനിക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണം അത് കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ നന്ദൻ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. സമയത്ത് ഭാനുമതി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. നന്ദനോടാണെങ്കിൽ ഭാനുമതി അമ്മ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ സംഗീതയ്ക്കുമാണെങ്കിലും വെള്ളം തിളപ്പിച്ച് തരാമെന്ന്. പിന്നീട് ഹോസ്പിറ്റലിൽ വിപിനാണെങ്കിൽ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നീലിമ അടുത്തേക്ക് വരുന്നു. ആണെങ്കിൽ നീലിമയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്, താൻ ഒരു ഡോക്ടറല്ലേ, അതിൻ്റെ നിലവാരമെങ്കിലും കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാനൊരു ഡോക്ടറാണെങ്കിലും സാധാരണ ഒരു പെണ്ണുകൂടെയാണെന്നൊക്കെ. ഡോക്ടർക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ നെഞ്ചിടിപ്പുണ്ടാകുന്നുണ്ടല്ലോ, ഇത്രമാത്രം നെഞ്ചിടിപ്പുണ്ടാകാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ ജെസ്സി ജോർജ് എന്ന സിസ്റ്ററിനെ അന്വേഷിക്കുന്നുണ്ടെന്നറിഞ്ഞു, എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. അമ്മയുടെയും മകളുടെയും ഡെലിവറി നടന്ന സമയത്താണെങ്കിൽ ജെസ്സി ജോർജ് സിസ്റ്ററായിരുന്നു ലേബർ റൂമിൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളാണ് ഐ വിറ്റ്നസ് എന്ന് പറയുന്നു. വിപിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്